നമസ്കാരം. ജാക്സൺ ചുക്കത്തിയ. ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നം ഈ രാജ്യത്ത് ഒരു രാജാവല്ല എന്നുള്ളതാണ്. അതായത് ഒരുപാട് രാജാക്കന്മാർ ജനാധിപത്യത്തിലുണ്ട് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ എന്ന രാജ്യം എടുക്കുകയാണെങ്കിൽ 140 കോടി രാജാവുണ്ട്. ഈ 140 കോടി രാജാവിനും കൂടി ഭരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിലുള്ള ഓരോ ഒരു പ്രദേശം തരംതിരിച്ച് അതിനെ ഒരു ജനപ്രതിനിധിയെ കണ്ടെത്തി ആ ജനപ്രതിനിധി മൂലം അതിൽ നിന്നൊരു ജനപ്രതിനിധിയെ കണ്ടെത്തി അങ്ങനെ ഭരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് അതിനെ നമ്മൾ ഒരു സിസ്റ്റമൈസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാജാവിൻ്റെ പണി അറിയില്ലെങ്കിൽ ആ രാജ്യം നശിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. രാജാവ് എന്ന് പറയുന്ന ആൾ രാജാവായി ഇരുന്നാൽ പോരാ, രാജാവിൻ്റെ പണി അറിയണം. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ രാജാവിനെ ഈ പണി ആരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രാജാക്കന്മാർക്കൊന്നും രാജ്ഞികൾക്കൊന്നും ഈ നാട്ടിലെ എന്താണ് അവരുടെ ഉത്തരവാദിത്വമെന്ന്, അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് പണ്ട് മഹാരാജാക്കന്മാരെയും രാജാക്കന്മാരെയും അവരുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരായിട്ട് നിൽക്കുന്നവർ, പ്രഭുക്കന്മാരായി നിൽക്കുന്നവർ അവരെ സുഖിപ്പിച്ചുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ നാടിനെ അവർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ ബെനഫിറ്റിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് പണ്ട് ചെയ്തിരുന്നതെങ്കിൽ ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, നമ്മളെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാതെ നമ്മളെ പറ്റിച്ചുകൊണ്ട്, നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ നമ്പർ 1 ആണെന്നൊക്കെ നമ്മളിങ്ങനെ ഉത്ബോധിപ്പിച്ചുകൊണ്ട്, ഇന്ത്യ ഭയങ്കര സംഭവമാണെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട്, കേരളം മഹത്തരമാണെന്ന് ഉത്ബോധിപ്പിച്ചുകൊണ്ട് നമ്മൾ രാജാക്കന്മാരെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് സ്തുതി പറഞ്ഞ് നമ്മളെ ഹാപ്പിയാക്കി നിർത്തി, നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കൂടിയിട്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മളുടെ ഈ രാജ്യത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് ഇവിടെയുള്ള എല്ലാ പാർട്ടികളുടെയും ബേസിക് ആയിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രത്തിനെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു സങ്കീർണമായ പ്രോസസ്സുണ്ട്. അത് ഓരോ രാജാവിൻ്റെയും ബാധ്യതയാണ്. പക്ഷേ രാജാവിനത് പഠിക്കാനായിട്ടുള്ള ഒരു കളരിയും ഒരുക്കാതെ മന്ത്രിമാർ അവിടെയും നമ്മളെ പറ്റിക്കുന്നു, ഉദ്യോഗസ്ഥർ അവിടെയും നമ്മളെ പറ്റിക്കുന്നു. നമുക്കറിയാം, നമുക്ക് സയൻസ് പഠിക്കണമെങ്കിൽ നമ്മൾ സ്കൂൾ തലം മുതൽ അതിൻ്റെ ബേസിക്സ് പഠിച്ചു വരണം. നമ്മൾ എന്താ പറയുക, മാത്തമാറ്റിക്സ് ആണെങ്കിൽ അതിങ്ങനെ പഠിച്ചു വരണം, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ പഠിച്ചു വരണം, കൊമേഴ്സ് ആണെങ്കിൽ പഠിച്ചു. അപ്പോൾ നമ്മൾ ഏതിലേക്കാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബേസിക്സ് സ്കൂളിൽ പഠിച്ചു വരണം. പക്ഷെ നിങ്ങൾ ലോ ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ലോ കോളേജിൽ പോയിട്ട് തുടങ്ങിയാൽ മതി, കാരണം അതിവിടെ പഠിക്കേണ്ട കാര്യമല്ല എന്ന് വളരെ തിരിച്ചറിവോടുകൂടി കൊല്ലങ്ങളായി നമ്മുടെ മുന്നിൽ നമ്മളുടെ നന്മ മരങ്ങളായ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ ഇങ്ങനെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നമ്മൾ അറിയാൻ പാടില്ല. പക്ഷേ നമ്മളറിയില്ല, അതിന് അവർ മനോഹരമായി കൂട്ടിച്ചേർത്തിട്ടുള്ള ചില വാക്കുകളുണ്ട്. അതായത് നിയമം നമുക്കറിയാത്തത് കൊണ്ട് നമ്മളത് പാലിക്കാതിരുന്നാൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. അതായത് നിയമം അറിയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയായിട്ട് അങ്ങ് നമ്മുടെ തലയിൽ വെച്ചു. എന്നാൽ നിയമം പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ 10-15 വർഷം നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഈ സ്കൂളുകളിലേക്ക്, ഈ പറയുന്ന മന്ത്രിമാർ പറയുന്ന സ്കൂളിലേക്ക് വിടുന്നുണ്ട്. ആ വിടുന്ന സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കാനായിട്ട് അവർ ശ്രമിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇതവരറിയരുത് എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പലതരത്തിലുള്ള മണ്ടത്തരങ്ങളും ഇവർക്ക് എഴുന്നള്ളിക്കാൻ പറ്റുന്നത്, നമ്മളെ പറ്റിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ MVD ഉദ്യോഗസ്ഥൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നു എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുകയാണ്, അതായത് നിങ്ങളുടെ വാടക വീടിൻ്റെ അവിടെ നിന്നൊരു സാധനം പിടിച്ചാൽ അതിൻ്റെ ബാധ്യത ആ വാടക വീടിൻ്റെ ഉടമസ്ഥനാണ്. പക്ഷേ നമ്മുടെ വാടക വീടിൻ്റെ കരാർ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വാടക വീടിൻ്റെ മേലെ നമുക്ക് അവകാശമില്ല. അത് അയാൾക്ക് ഉപയോഗിക്കാനുള്ള അവകാശമാണ്. നമുക്ക് അവിടെ പോകാനോ ഇൻസ്പെക്ഷൻ നടത്താനോ, നമുക്ക് തോന്നുമ്പോൾ അകത്ത് കയറി ചെല്ലാനോ, നമുക്ക് അതിനകത്തൊരു CCTV വയ്ക്കാനോ അവകാശങ്ങളില്ല. അത് അയാൾക്ക് ഉപയോഗിക്കാനും അതിൽ നിന്നൊരു മാസം നമുക്കൊരു വരുമാനം കിട്ടാനും 11 മാസം കഴിയുമ്പോൾ അയാൾ മാറുകയോ അല്ലെങ്കിൽ അത് പുതുക്കി കൊടുക്കാനോ ഉള്ള അവകാശം മാത്രമേ നമുക്കുള്ളൂ. അപ്പം നമുക്കുള്ള ഒരു സ്ഥലത്ത് നമുക്കുള്ള അവകാശം അങ്ങനെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത സ്ഥലത്ത് നമുക്ക് ഇട്ടിട്ടൊരു പണി കൂടി വെക്കുന്നതാണ്
ഇപ്പോൾ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഒരു രാജാവിൻ്റെ ബാധ്യസ്ഥതകൾ അറിയണമെങ്കിൽ, രാജാവിൻ്റെ ആ നാട്ടിലെ രാജനീതികൾ അറിയണമെങ്കിലൊക്കെ നമ്മുടെ ഭരണഘടന വായിക്കാനും അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ വായിക്കാനും ഒക്കെ അതിന് സമയം കണ്ടെത്തേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം, നമ്മൾ വൈകാരികമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് നമ്മളെപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈകാരികമായ ചർച്ചകൾ നടത്തുകയാണ് ചെയ്യുന്നത്, വൈകാരികമായ കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഒരാളെ കുറിച്ചിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്കതിനെ 4 വശത്ത് നിന്നും നമുക്ക് 4 ആംഗിളിൽ നിന്നും പറയാൻ പറ്റും. എൻ്റെ എന്നെക്കുറിച്ചൊരു കുറ്റം പറയണമെങ്കിൽ നമുക്ക് 4 വേർഷനിൽ പറയാൻ പറ്റും. അമ്മേ തല്ലിയാൽ 2 പക്ഷം എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ നമ്മളുടെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ കാണുന്ന കാഴ്ചയായിരിക്കില്ല അതിൻ്റെ അഗെയിൻസ്റ്റ് നിൽക്കുന്ന ഒരാൾ കാണുന്നുണ്ടാവുക. ഇപ്പുറത്ത് ഇപ്പോൾ എന്താ പറയുക, ഈ എന്താ പറയുക, ഇപ്പോൾ സിനിമാ നടന്മാരൊക്കെ പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് ഈ ഫാൻസൊക്കെ കാണിക്കും അത് പലപ്പോഴും. അതായത് മമ്മൂക്ക, അതായത് ബാക്കി 3 നടന്മാരെ കാണിക്കും. നസ്ലി അവന് കൈയെടുത്ത് മാറ്റുന്നു, മറ്റേ ഉണ്ണി മുകുന്ദൻ ഫോൺ മേടിച്ചിട്ട് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നു, ലാലേട്ടൻ ഒരാൾ സ്റ്റേജ് വലിക്കുമ്പോൾ ആൾ പിടിച്ചങ്ങ് തള്ളുന്നു, മമ്മൂക്ക ഒരാൾ കാണുമ്പോൾ തോളത്ത് തട്ടിയിട്ട് ആളെ സെൽഫിയിൽ നിന്ന് കൊടുക്കുന്നു, മമ്മൂക്ക ഗ്രേറ്റ്. അപ്പം അപ്പുറത്തുള്ള വേറെ വീഡിയോ ഇടും, അതിൽ മമ്മൂക്ക ചെയ്തിട്ടുണ്ടാവും, മറ്റേ അവരെ പിടിച്ച നടനുണ്ടല്ലോ അയാൾ ചെയ്യാത്തതായിരിക്കും. ഇത് നമുക്ക് ആവശ്യമുള്ള പോലെ വേർഷൻ പറയും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിൻ്റെ പല വേർഷനുകളിലേക്കും നമ്മൾ പല മൊമെൻറ്റിലും പോകും. നമ്മളെല്ലാ സമയവും നമ്മളുടെ മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കില്ല. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നന്മയും തിന്മയും അല്ലെങ്കിൽ ദൈവവും ചെലുത്താനും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഏറ്റവും ബേസിക് സ്പിരിച്വാലിറ്റി അതാണല്ലോ. അപ്പോൾ അത്തരത്തിൽ നിൽക്കുന്ന ഒരു സാധ്യതയിൽ നിൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഒരുപോലെ നിൽക്കാൻ കഴിയില്ല, എല്ലായ്പ്പോഴും ഒരുപോലെ പ്രതികരിക്കാൻ കഴിയില്ല. നമ്മൾ വളരെ ഡെസ്പായി നിൽക്കുന്ന സമയത്ത് ഒരാളോട് ഹാപ്പി ആയിട്ട് ചിലപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മൂഡ് ഓഫിനെ വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാൻ പറ്റും. ആ മൂഡ് ഓഫ് കണ്ട ഒരാൾ ചിലപ്പോൾ നമ്മുടെ ഹാപ്പി ടൈം കണ്ട ഒരാളുമായിട്ട് ചിലപ്പോൾ ആർഗ്യുമെന്റിലേക്ക് വരുമ്പോൾ അവൻ അങ്ങനെയൊന്നല്ല, അവൻ ഇങ്ങനെയാണെന്ന് ഇയാൾ പറയും, മറ്റാളത് അങ്ങനെയല്ല എന്ന് പറയും. കാരണം ഇവർ രണ്ടുപേരും കണ്ട നേരത്തുള്ള ഞാൻ 2 മൂഡിലുള്ള ഞാനാണ്. ആ എന്നെ അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥാവിശേഷത്തെ മനസ്സിലാക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ ഒക്കെ കാണുന്ന തലങ്ങളുണ്ട്. അപ്പോൾ നന്മയായിട്ട് കാണുന്ന ആളുകൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതങ്ങനെ കാണും, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിൽ തിന്മയായിട്ട് കാണും. നമുക്ക് ഓരോ കരാറുകളിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇന്നത് വെക്കാമായിരുന്നു, വെക്കാൻ പാടില്ലായിരുന്നു, ഇങ്ങനത്തെ ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കാരണം എന്ത് നമ്മൾ ചെയ്താലും നമ്മളുടെ ഒരു വ്യൂവിൽ അതിനെ നമുക്ക് എങ്ങനെയോ അങ്ങനെയോ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ വണ്ടി ഓടിക്കുകയാണ്. വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുന്നിൽ ഒരാൾ കിടക്കാൻ വന്നു, ഞാൻ ബ്രേക്ക് ചവിട്ടിയോ, പിന്നിൽ ഒരാൾ വണ്ടി ഇടിച്ചു. ഇപ്പോൾ മുന്നിൽ നിന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബ്രേക്ക് ചവിട്ടിയത് അയാൾക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നും. ഞാൻ ഈ ബ്രേക്ക് ചവിട്ടിയത് ബാക്കിൽ വന്ന് ഇടിച്ച ആൾക്ക് അത് അത്ര പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇടിക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് അയാൾ ഇങ്ങനെ ഇടിക്കാൻ വന്ന ഒരാളാണെങ്കിൽ അയാൾ ഇറങ്ങി വന്നിട്ട് എവിടെ നോക്കിയിട്ടോ ബ്രേക്ക് എന്ന് ചോദിക്കും. മുന്നിലുള്ള ആൾ നന്ദി കേട്ടാന്ന് പറയും. അപ്പം ഈ 2 പേർക്കും അപ്പം തന്നെ 2 പേഴ്സ്പെക്റ്റീവ് വന്നു. ഇത് ലൈഫിൽ നമ്മൾ എല്ലാ മൊമെന്റിലും നമ്മൾ ഈ 2 പേഴ്സ്പെക്റ്റീവിലൂടെ കടന്നുപോയി പറ്റുള്ളൂ. ഇതിന് പെർമനന്റ് ആയിട്ട് അതിൽ നമ്മൾ ഇങ്ങനെ എപ്പോഴും സ്പിരിച്വൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഒരു പ്രോബ്ലം വരാത്തൊരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുകയോ വരുന്ന പ്രോബ്ലത്തിനെ അങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു വൈഡ്നെസ് ഓഫ് പേഴ്സ്പെക്റ്റീവ് ഉള്ള ഒരു സ്പിരിച്വൽ കൺസിഡറേഷൻ വന്നാൽ മാത്രമാണ്, അല്ലാത്തൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. ഇത് ഇതിൻ്റെ റിയാലിറ്റിയാണ്. അപ്പോൾ ഈ പേഴ്സ്പെക്റ്റീവുകൾ തന്നെയാണ് നമ്മൾ രാഷ്ട്രീയത്തിലും കാണുന്നത്. അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് നിയമങ്ങൾ പണ്ട് ബ്രിട്ടീഷുകാർ എഴുതി വെച്ച നിയമങ്ങളുടെ കുറേ കോപ്പി കാറ്റായിട്ടാണ് നമ്മൾ പല നിയമങ്ങളും ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതായത് ഒരു വാഹനത്തിൽ പെട്രോള് ആവശ്യത്തിന് ഇല്ല എങ്കിൽ, ഇന്ധനം ആവശ്യത്തിന് ഇല്ല എങ്കിൽ അതിന് 250 രൂപ ഫൈൻ അടിക്കാനുള്ള വകുപ്പുണ്ട്. ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് അവിടെയാണ്. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്, അതായത് ആ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നിയമങ്ങളിൽ പുതുക്കാനോ റദ്ദ് ചെയ്യാനോ അതിന് ഏതെങ്കിലും തരത്തിൽ ക്യാൻസൽ ചെയ്യേണ്ടതാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ, ഇനി അത് പുതിയതായിട്ട് അതിന് വേറൊരു നിയമം കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ അത് കൊണ്ടുവരാനോ ഒക്കെ ഈ പറയുന്ന നമ്മളുടെ ജനപ്രതിനിധികൾക്ക് നമ്മൾ അധികാരം കൊടുത്തിട്ട് വിട്ടിട്ടുള്ളത്. പക്ഷെ അവരുടെ നിയമസഭകളിൽ ചെല്ലുമ്പോൾ രാഷ്ട്രീയം പറയാൻ, പരസ്പരം പോരടിക്കാനല്ലാതെ നമ്മളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു ധനാഭ്യർത്ഥന ബില്ലിനെ എതിർക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. ഈ ബില്ലിനെ എതിർക്കുന്നു എന്ന് ചിലപ്പോൾ പറയ പോലുമില്ല, തുടങ്ങുമ്പോൾ മുതൽ ഒരു പ്രസംഗമാണ്. കാരണം ഇയാൾക്ക് കിട്ടിയ 5 മിനിറ്റ് ഇയാൾക്ക് പ്രസംഗിക്കാനാണ്. ഇതിൽ ഈ പറഞ്ഞ ധനാഭ്യർത്ഥനയിൽ എന്താണ് പ്രശ്നം എന്ന് പറയാനായിട്ട് എല്ലാ സമയം നമ്മൾ ഉപയോഗിക്കാറ്. നമുക്ക് മറ്റു രാഷ്ട്രീയം പറയാം,
ത്രിപുരയിൽ എന്ത് നടന്നു, മറ്റോടത്ത് എന്ത് നടന്നു, ഗുജറാത്തിൽ എന്ത് നടന്നു എന്ന് പറയാൻ നമ്മൾ ഈ സാധനം ഉപയോഗിക്കും. പക്ഷേ ആ ആ ആ സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് വേണ്ടത്, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് മാറ്റം വേണ്ടത്, ഇതല്ല നമ്മൾ പറയുന്നത്. നമ്മളതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനിൻ്റെ ഉള്ളിലാണ് ഇതിട്ട് കളിക്കുന്നത്. ഇതാണ് ഇവിടെ നമുക്ക് നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഒരു ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുന്ന നേരത്ത് നമ്മൾ എത്ര നമ്മൾ ചിന്തിച്ചാലും നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് നമ്മൾ പറയുന്ന സമയത്ത് കേൾക്കുന്ന ആൾ അതിന് വേറൊരു ആംഗിളിൽ എടുത്തിട്ട് അയാൾ ഇന്ന കാര്യങ്ങൾ അത് ചെയ്യാത്തത് മോശമായി പോയി അല്ലെങ്കിൽ അതൊരു അഴിമതിയാണ് എന്ന് പറയാൻ എപ്പോഴും പറ്റും. ഇത് എത്ര നമ്മൾ ഡീസൻ്റ് ആയിട്ട് ചെയ്താലും പറ്റും. അപ്പോൾ ഇത് ഒരു ഒരു എന്താ പറയുക, നമ്മളതിൻ്റെ ഉള്ളിലൊരു ആരോപണം ഉന്നയിക്കാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട്. അത് ആര് ചെയ്താലും എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും ഒരു രൂപ ഇതില്ലാതെ വളരെ സത്യസന്ധമായി ചെയ്താലും അതിലൊരു അഴിമതി ആരോപണം ഉന്നയിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ചിലപ്പോഴൊക്കെ CAG റിപ്പോർട്ടുകൾ പലപ്പോഴും അങ്ങനെ വരാറുണ്ട്. ഇവര് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രയും കൂടി ലാഭം ഉണ്ടായേനെ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് ലാഭം വരുന്നൊന്നുമില്ല. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ നേരത്തെ തന്നെ CAG നോക്കിയിട്ട് അതിനെ കുറിച്ചൊരു കമന്റ് പറഞ്ഞിട്ട് അതങ്ങ് ചെയ്താൽ മതി. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇങ്ങനെ ചെയ്തത് കൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ മറ്റേ മെച്ചം ഉണ്ടായേനെന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നേക്കാൾ മുമ്പ് CAG വന്നിട്ട് അങ്ങനെ ഒരു കഥ പറയില്ല. ഇതിന്റെ പ്രോബ്ലം കിടക്കുന്ന സ്ഥലം നമ്മളതിനെ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഇത് അങ്ങനെ ആയിരിക്കെ തന്നെ ഇപ്പൊ നമ്മളൊരു ഇഷ്യൂ ഉണ്ടാവുന്നു, നമുക്ക് ഇവിടെയുള്ള എല്ലാ കൊലപാതകങ്ങളും തടയാൻ പറ്റും? പറ്റില്ല. എല്ലാ ക്രൈമും തടയാൻ പറ്റും? ഇല്ല. നമുക്ക് പേടിപ്പിച്ച് നിർത്താം, ഒരു പരിധി വരെ നമുക്ക് പേടിപ്പിച്ച് നിർത്താൻ പറ്റും. പക്ഷേ ചില ആക്ടിവിറ്റീസ് ഒക്കെ ഇമ്പൾസീവ് ആയിട്ട് മനുഷ്യർ ചെയ്തു പോകും. ആ പോകുന്ന മനുഷ്യരെ നമുക്ക് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനൊന്നും പറ്റില്ല, അല്ലെങ്കിൽ അവരെങ്ങനെ ഇത് മുൾമുനയിൽ നിർത്താൻ പറ്റില്ല. അപ്പൊ അവർക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ അടുത്ത ആൾക്കാർക്ക് പേടി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ആ ഇമ്പൾസീവ് ആയിട്ട് വരുമ്പോൾ തന്നെ അവർക്കൊരു ചെറിയ അങ്ങനെ വേണോ വേണ്ടേ എന്നുള്ള ഒരു സാധനം വരുമ്പോൾ കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഇവരെ നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോഴും പലപ്പോഴും ഈ ആൾക്കൂട്ട ഗോത്രവർഗ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ നിലനിർത്താനായിട്ട് ഈ ഇത്രയും വർഷങ്ങളായി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ വികാരപരമായ മനുഷ്യരായിട്ട് നിലനിർത്തുന്ന ഒരു പ്രതിഭാസമാണ് ഇവർ ഇതുവരെ ചെയ്തിട്ടുള്ളത്. നമ്മളെ വികാരത്തിന് പകരമായിട്ട് ഒരു വിചാരം ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഇന്ത്യ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇന്ത്യ വിചാരധാരകളെ ഒരുപാട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മണ്ണാണ്. ഈ ഭൂമിയുടെ പ്രത്യേകത അങ്ങനെയാണ്. കാരണം നമ്മൾ ഇവിടെ ബുദ്ധൻ വരുമ്പോൾ, ജൈനൻ വരുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് വരുമ്പോൾ, മുസ്ലിംസ് വരുമ്പോൾ, ഇവിടെ പാഴ്സി വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതം വന്നാൽ ആ മതത്തിനെ അല്ലെങ്കിൽ അതിനെ കേൾക്കാനായിട്ട് തയ്യാറുള്ള സഹിഷ്ണുതയുള്ള മനുഷ്യരുണ്ടായിരുന്നു. അത് ശരിയാണെന്ന് തോന്നി അതിനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഒരു വീട്ടിൽ തന്നെ 2-3 മതങ്ങളുണ്ടായാലും കുഴപ്പമില്ലാത്ത വീടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ചിന്താധാരയാണ്. അവനത് ശരിയെന്ന് തോന്നി അവത് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഒരു ചിന്താധാരകൾ വളർത്താൻ പറ്റിയ ഒരു മണ്ണായിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ വളരെ കൺജസ്റ്റഡ് ആണ്. നമുക്ക് ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന രീതിയിൽ അതിന്റെ ഹെഡിങ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാർ ഓപ്പൺ അപ്പ് അല്ല, അത് ഭയങ്കര ക്ലോസ്ഡ് സിനാരിയോസിലാണ്. പക്ഷെ അതും മതം നമ്മളുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. എനിക്ക് മതത്തെ വിശ്വസിക്കാനോ ദൈവത്തെ വിശ്വസിക്കാനോ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനോ വിശ്വസിക്കാതിരിക്കാനോ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനോ ഒക്കെ 100% അവകാശമുണ്ട്. അത് ഒരാൾക്കും തടയാൻ കഴിയില്ല. അത് ഭയങ്കരമായിട്ട് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അത് മറ്റൊരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തലങ്ങളിലേക്ക്, മറ്റൊരു മനുഷ്യന് ഭീഷണി ഉണ്ടാകുന്ന തലങ്ങളിലേക്ക്, മറ്റൊരു മനുഷ്യന്റെ അടുത്തേക്ക് അത് പറയുമ്പോൾ അയാൾ അത് കേൾക്കേണ്ട ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു തെറ്റുണ്ട്. കാരണം ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ പല മതങ്ങളുടെയും ആളുകൾ, പല രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ പറയുന്ന പല കമ്മ്യൂണിക്കേഷൻസ് അത് നമ്മുടെ മുന്നിലേക്ക് ഒരു പോസ്റ്റായിട്ട് വരുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യും. അത് ഷെയർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തോന്നലുള്ളത് കൊണ്ടാണ്. ആ ഷെയർ ചെയ്തതാണ് തെറ്റ്. അത് പറഞ്ഞ ആളെ അത് അവഗണിച്ചാൽ മതിയായിരുന്നു. അത് ഷെയർ ചെയ്തതാണ് തെറ്റ് എന്ന് പറയുന്ന ഇടങ്ങളാണ് നമ്മുടെ പ്രശ്നം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ തെറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ നമ്മൾ ഒതുക്കുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അത് നമുക്ക് ഒരു സൊസൈറ്റി എന്ന നിലയിൽ വളരെ ദുരന്തപൂർണമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് എത്താനാണ് കഴിയുക. അതിൻ്റെ പാർശ്വഫലങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്ന നമ്മുടെ ഇടയിലുള്ള ഒരു റിലീജിയസ് ആയിട്ടുള്ള ഫ്രിക്ഷൻ നിലനിൽക്കുന്നത്. കാരണം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിടയിൽ വന്നിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ ഒരു ബേസിൽ വന്നിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. കാരണം നമ്മൾ ഇയാളെ ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിൽ കയറിയിട്ട് എൻ്റെ പോസ്റ്റുകൾ എടുത്ത് നോക്കിയാൽ
എല്ലാ പാർട്ടികൾക്കെതിരെയും ഞാൻ സംസാരിച്ച പോസ്റ്റുകൾ മുതൽ അത് കാണാം. ഇതിൽ പല ആൾക്കാരും അതിന് ലൈക്ക് ചെയ്യുന്നത്, അതിനെ പോസിറ്റീവായിട്ട് അതിനെക്കുറിച്ച് കമന്റ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ പാർട്ടിക്ക് അത് എതിരില്ലാത്തിടത്തോളം കാലം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പാർട്ടിക്ക് എതിരല്ലാത്തിടത്തോളം കാലം അതവർ ലൈക്ക് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു. ഞാൻ ഭയങ്കര സംഭവമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഇതേ നമ്മൾ തന്നെ അടുത്ത് ഇവരുടെ പാർട്ടിക്ക് എതിരെയായിട്ട് ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മളെ ഇവര് തന്നെ വന്ന് ചാപ്പ് കുത്തും. അപ്പൊ ഇവർക്ക് അറിയാം ഇയാൾ ഇങ്ങനെ പറയുന്ന ആളാണ്, ഇയാളുടെ ആറ്റിറ്റ്യൂഡ്സ് ഇതാണ്, ഇയാൾ ആ പാർട്ടിക്കെതിരെ ഇത് തന്നെയാണ് പറയുന്നത് എന്നറിയാം. പക്ഷെ അപ്പൊ വന്നിട്ട് ഇയാള് മറ്റേ സംഖ്യയാണ്, കമ്മിയാണ്, കൊങ്ങിയ ഇതൊക്കെ കേൾക്കും. അപ്പൊ ഇതെന്തുകൊണ്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഇവർക്ക് ഇഷ്ടമായിട്ടില്ല. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ ചിലപ്പോൾ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ആ പോസ്റ്റിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഇവര് അത് കണ്ടിട്ടാവും ചിലപ്പോൾ ഈ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച് കയറിയിട്ടുണ്ടാവും. അടുത്ത പോസ്റ്റ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇടുന്ന സമയത്ത് ഇവര് അതിന് നെഗറ്റീവായിട്ട് കാണും. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള സത്യങ്ങളെ ഞാനിത് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റുമുള്ള സത്യങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുക. അത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാവും ചെയ്തിട്ടുണ്ടാവുക, ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കണേ. ആ കണ്ട കാഴ്ചകളെ അംഗീകരിക്കാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഒരുപാട് മുൻപ്, ഒരു 10 വർഷം മുമ്പ് ഒരു പക്ഷേ എൻ്റെ യാത്രകൾ ഇത്രയും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു 10 വർഷമായിട്ടുള്ള എൻ്റെ യാത്രകളിലൂടെ ഞാൻ കണ്ട മനുഷ്യരിലൂടെ, ഞാൻ കണ്ട വ്യത്യസ്ത മതങ്ങളിലൂടെ, എൻ്റെ മുന്നിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ വ്യത്യസ്ത വ്യക്തികളിലൂടെ നമ്മൾ കാണുന്ന ഒരു രാജ്യമുണ്ട്, നമ്മൾ കാണുന്ന ഒരു ഭൂമിയുണ്ട്, അവിടുത്തെ മനുഷ്യരുണ്ട്, അവരുടെ സംസ്കാരങ്ങളുണ്ട്. ഇതിന് കൂട്ടി വെച്ച് വായിക്കുമ്പോൾ നമുക്ക് കാണുന്ന പിക്ചർ വളരെ വലുതാണ്. നമ്മൾ ചെറിയൊരു പിക്ചറല്ല കാണുന്നത്. അപ്പൊ ആ മനുഷ്യരോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളും അവരുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വരുന്നില്ല. കാരണം അവർ റിലീജിയസ് ആയിട്ടല്ല നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ അവരായിട്ട് തല്ലുകൂടേണ്ട കാര്യമില്ല. പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കമ്മ്യൂണിക്കേഷൻ വരും. അപ്പൊ അത് നമ്മൾ ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത് ആ ഇടങ്ങളിൽ അവരുടെ പൊളിറ്റിക്സോ മതമോ അവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത് മംഗളം നിസാമുദ്ദീൻ എക്സ്പ്രസ്സിലാണ്. എൻ്റെ ആ ബോഗിയിൽ ഉണ്ടായിരുന്നത് എല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഈ താജ്മഹലും ആഗ്രയും ഇതൊക്കെ കാണാനായിട്ട് പോയിട്ടുള്ള മുസ്ലിം സഹോദരന്മാരാണ്. എനിക്ക് തോന്നുന്നു ആ ബോഗിയിലുള്ള 5 പേരും മുസ്ലിം സഹോദരങ്ങളാണ്. ഞാനൊരാളാണ് അതിൽ. അവരെൻ്റെ മതം ചോദിച്ചിട്ടില്ല, എൻ്റെ പേര് ചോദിച്ചിട്ടില്ല, ഞാൻ അവരുടെയും ചോദിച്ചിട്ടില്ല. ഞാൻ ഇക്കാന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ഞങ്ങൾ തമ്മിൽ വളരെയധികം സൗഹാർദ്ദപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 ദിവസം മുഴുവൻ യാത്ര ചെയ്യുന്ന നേരത്ത് ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ ഇടയിൽ അവരുടെ ഇപ്പൊ അവര് ആ നേരത്ത് നിസ്കരിക്കാനായിട്ട് നമ്മൾ സീറ്റ് മാറി കൊടുത്തു, അവരോട് നിസ്കരിച്ചിട്ടുണ്ടാവും. അവരിപ്പോ നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ബുദ്ധിമുട്ടിരിക്കണം, അത് അവരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളാണ്. അപ്പൊ നേരെ മറിച്ച് ഞാൻ ആ ട്രെയിനിൽ നിന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട് അർജന്റായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ വഴിയിലാണ് അവർ ഇരിക്കുന്നതെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് വരും. കാരണം അതെൻ്റെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക്, അതല്ലെങ്കിൽ എന്നെ അത് വ്യക്തിപരമായി ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവര് ഞാനിരിക്കുന്ന സീറ്റിൽ അവർ ഇരിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ നേരം എന്ന് പറയുമ്പോൾ ഇക്ക നിസ്കരിച്ചു, അതിനിപ്പോ എന്നെ പ്രശ്നം ഇരിക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറി കൊടുക്കും. അത് എനിക്ക് ദൈവവിശ്വാസം ഉണ്ടോ, ഞാൻ സ്പിരിച്വൽ ആണോ, അല്ലെങ്കിൽ ഞാൻ ജനിച്ച മതം വേറെ, ഇത് അവിടുത്തെ ടോപ്പിക്കിൽ പെട്ടതല്ല. ഇത് എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും വലിയ ഒരു കോംപ്ലക്സിറ്റി ഒന്നുമില്ല. അല്ലെങ്കിൽ അത്രയും തീവ്രമായിട്ടുള്ള റിലീജിയസ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരല്ല എങ്കിൽ അപ്പൊ അവരും അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കണം എങ്കിൽ അതിനനുസരിച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്, അവർ മാറിയിരിക്കുന്നുണ്ട്. കിടക്കേണ്ട നേരമാകുമ്പോൾ ചിലപ്പോൾ ഉച്ചയ്ക്കാവും കിടക്കണം നമുക്ക് തോന്നിയാൽ ഇതൊന്ന് കിടന്നാൽ കൊള്ളാന്നുണ്ട് എന്ന് പറയും. ഇന്നെന്താ എന്ന് അവരും അത് അതേപോലെ 2 ദിവസം നമുക്ക് ഉള്ളില് ഒരു ഊഷ്മളത നിലനിർത്താൻ പറ്റിയിരുന്നു. ഇത് നമ്മുടെ അടുത്ത് വരുന്ന മനുഷ്യരുടെ ജാതി മതമോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല. ആ സ്പേസിലേക്ക് അത് കൊണ്ടുവരാതിരുന്നാൽ മതി, ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ടോപ്പിക്കുകൾ എടുത്തിട്ട് ഡിസ്കഷൻ തുടങ്ങിയാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് തല്ലൂട്ടുണ്ടാക്കേണ്ട കാര്യം വരും. നിങ്ങൾ ഇതാണല്ലേ, ഞാൻ അതാണ്, നിങ്ങൾ ഇതാവുമ്പോൾ ഞാൻ അതാണ്, അപ്പൊ നമ്മൾ തമ്മിൽ ശത്രുക്കളാണ് എന്നൊരു തോന്നൽ ഉണ്ടാവാത്തിടത്തോളം കാലം വളരെ ഊഷ്മളമായി നമ്മൾ ആ 2 ദിവസം സുഖകരമായി യാത്ര ചെയ്യുക. അപ്പൊ നമ്മൾ തന്നെ അതിന്റെ ഇടയിൽ ഇന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ, ആ സ്ഥലം കാണുന്നത് നല്ലതാണ്, കൊങ്കണിലെ റെയിൽവേ ഇവിടെ തുടങ്ങുന്നത്, ഇത് ഇങ്ങനെ പോവും, അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇൻഫർമേഷൻ പറയുന്നുണ്ട്, അവരത് കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഇന്ന ഭക്ഷണം ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടും, നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെത്തി അതിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത് എവിടെ എത്തി ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ മൊബൈൽ നോക്കി പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇങ്ങനെ UTS എന്ന ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ട്രെയിൻ കിട്ടും, ഇങ്ങനെ നോക്കിയാൽ മതി. ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യർ തമ്മിലാണ്. ഞാനിതൊരു ഏറ്റവും റീസെന്റ് ആയി നടന്ന ഒരു യാത്ര ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇത് പല മതത്തിലുള്ള ആളുകൾ, പല ഭാഷക്കാരായിട്ടുള്ള ആൾക്കാർ, പല പൊളിറ്റിക്സുള്ള ആൾക്കാർ നമ്മളോട് യാത്ര ചെയ്യുന്നുണ്ടോ. നമ്മളിത് നോക്കിയിട്ടല്ല ഈ പോകുന്നത്. ഇനിയിപ്പോ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഈ ആൾക്കാർ തന്നെ പല ഒറ്റ മതത്തിലാണെന്ന് വെച്ചിട്ട് ഒരേ പൊളിറ്റിക്സിലാവണമെന്നില്ല, അവർ വ്യത്യസ്ത പൊളിറ്റിക്സിലായിരിക്കും. അപ്പൊ അവരുടെ ഒപ്പീനിയൻസ്, ആ ഡിഫറൻഷിയേഷൻ അവിടെ ഉണ്ട്. അപ്പൊ ഇതിനെ അങ്ങനെ തിരിച്ചറിയുക എന്നുള്ളതാണ്
നമുക്കവിടെ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം നമ്മളുടെ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം നമ്മളെ വികാരപരമായിട്ട് അതിനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ആക്കാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പറ്റുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രാജാവിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന്, രാജാവിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒളിച്ചോടുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ ആ ഒരു കാര്യം പറയുമ്പോഴേക്കും അയാൾ നമ്മളെ സുഖിപ്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ അയാൾ പറയുമ്പോഴേക്കും ആവേശം കൊള്ളുന്ന ഒരാളാവുന്നതുകൊണ്ടാണ്. നമ്മളവിടെ വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മളിവിടെ മറ്റേ ഒരു പാകിസ്ഥാനുമായിട്ടൊരു സ്ട്രൈക്ക് ഉണ്ടായി, നമുക്കിവിടെ ഒരു സ്ട്രൈക്ക് ഉണ്ടായി. എല്ലാ എല്ലാ യുദ്ധങ്ങളും ഭ്രാതൃഹത്യകളാണ്, അതിലൊരു സംശയവുമില്ല. അവർ ആരെ കൊന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആരെ കൊന്നിട്ടുണ്ടെങ്കിലും അത് സ്വന്തം സഹോദരി സഹോദരങ്ങളെ കൊന്നതാണ് എന്നുള്ളത് ഒരു ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിവാണ്. അത് ആരും ആരെയും കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സ്വാഭാവികമായും നമ്മളുടെ അതായത് നമ്മളിപ്പോൾ ബന്ധങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ദൂരത്ത് സ്വന്തം എന്ന് പറയുന്ന പോലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, കുറച്ചുകൂടി അകന്ന ബന്ധുക്കൾ, ഭയങ്കര ദൂരത്തുള്ള സ്വന്തം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന, നമ്മുടെ ഒരു പ്രാദേശികമായിട്ട് നിൽക്കുന്ന ഇന്ത്യ എന്ന വികാരം വെച്ച് നോക്കുമ്പോൾ ആ ചെയ്ത ആക്ടിവിറ്റീസ് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അവരുടെ തീവ്രവാദി ആ ചെയ്ത ആൾക്കാരെ, ഒരു ക്രൈമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവരെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ അതിന്റെ കൂടെ നിന്ന ആൾക്കാരെ ശിക്ഷിക്കണം എന്നുള്ളത് എല്ലാ ബേസിക് ആയിട്ടുള്ള ജസ്റ്റിസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നതാണ്. അതായത് ഒരു നീതിയുടെ, ഒരു തുല്യനീതിയുടെ പ്രശ്നമുണ്ട്. ആ സമയങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയൊരു കാര്യമാണ്. കാരണം നമുക്കൊരിക്കലും ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് രഹസ്യ നീക്കം നടത്താൻ പറ്റില്ല, അല്ലെ? ഞാൻ കാലത്ത് വന്നിരുന്നിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ പറയാണ്, നാളെ വൈകുന്നേരം 7 മണിക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 50 മിസൈൽ വിടും എന്ന് ഓപ്പണായി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ മിസൈൽ വിടാൻ പറ്റില്ല. കാരണം അതിനുള്ള പ്രിക്കോഷൻസ് അവർ ചിലപ്പോൾ എടുക്കും, അല്ലെങ്കിൽ അതിന് മുമ്പേ അവർ ഇങ്ങോട്ട് വിടും. ഇത് എന്തെങ്കിലും കാണിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സാധനങ്ങൾ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെന്ത് ചെയ്യും, അതിന് ചുമതലപ്പെട്ട ആളുകൾ ചർച്ച ചെയ്ത് അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യും. ആ സമയത്ത് നമ്മളോട് പറയാണ്, പ്രധാനമന്ത്രി വന്നിട്ട് അവിടെ പോയി ഇരുന്നിട്ട് എന്തോ പണി ചെയ്തില്ല. ആ ചെയ്യാതിരിക്കുക എന്നുള്ളതും ഒരു സർപ്രൈസ് എലമെന്റ് ആയിരിക്കാം. നമ്മളവിടെ എന്താ നടന്നതെന്നോ എന്തിനാ നടന്നതെന്നോ നമുക്ക് അറിയ പോലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നടന്ന ഒരു വിഷയങ്ങളും പുറത്തറിയാൻ യാതൊരു സാധ്യത. ദിസ് ഈസ് കോൾഡ് ക്ലാസിഫൈഡ്. അതിനെ വളരെ ഞാൻ ഈ പറയുന്ന കാര്യം നാളെ നിങ്ങൾ ഭരിച്ചാലും ഞാൻ ഭരിച്ചാലും മോദി ഭരിച്ചാലും രാഹുൽ ഗാന്ധി ഭരിച്ചാലും ഇനി ഇവിടെ എന്താ പറയാ എം.വി. ഗോവിന്ദൻ മാഷ് ഇനി പ്രധാനമന്ത്രി ആയാലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതില് നമ്മൾ കാണേണ്ട റിയാലിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നെങ്കിൽ ഈ ഇൻഫർമേഷൻ മുഴുവൻ അവിടെ എന്താ നടക്കണേ എന്നുള്ളത് ലൈവായിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും? പറ്റില്ല. അതൊരു റിയാലിറ്റിയാണ്. അതിനാണ് നമ്മൾ ആ ആൾക്കാർക്ക് ആ ചുമതല കൊടുത്തിട്ടുള്ളത്. മിലിറ്ററി ഇന്റലിജൻസിന് കൊടുത്തിട്ടുള്ളത്. ഇന്റലിജൻസ് എന്തിനാണ് എല്ലാ ദിവസവും കാലത്ത് പേപ്പറിൽ ഇട്ടാൽ പോലെ ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഒരു TV എന്താ പറയുക, ദൂരദർശനിൽ മറ്റേ ഞാനിതാ പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെയുള്ള ഇന്ന കമാൻഡറുടെ അടുത്താണ് ഇന്ന് ഞാൻ ഇൻഫർമേഷൻ ചോർത്താൻ പോകുന്നത്, അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. അത് ആ ജോലിയുടെ പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മിലിറ്ററിയോ നമ്മുടെ സംവിധാനങ്ങളോ സ്വാഭാവികമായിട്ടും അത് എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് പകരം നമ്മൾ ഇന്ന ഇൻഫർമേഷൻ തന്നില്ല, ഇന്ന കേരളം എന്ന് പറയുന്നത്, ഇത് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളത് കേൾക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അത് പാടില്ലാത്തതാണ്. കാരണം നമുക്ക് ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ ഫണ്ടുകൾ, സെൻട്രൽ ഫണ്ട് ഉണ്ട്, സ്റ്റേറ്റ് ഫണ്ട് ഉണ്ട്, പ്രാദേശിക ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിന്റെ ഫണ്ടുകളുണ്ട്. ത്രിതല പഞ്ചായത്തിൽ 3ന്റെയും ഫണ്ട് വരും, ബ്ലോക്കിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും പഞ്ചായത്തിന്റെയും അല്ലെങ്കിൽ കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തിന്റെയും ഒക്കെ വരാം. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ആ ഫണ്ടിങ് പ്രോസസ്സുകൾ, ഇതിൽ ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടാവും വരുന്നുണ്ടാവും. ഒരു 10%, ഒരു 30%, ഇവർ 100% എന്നൊക്കെ പറഞ്ഞിട്ട് പല ഫണ്ടുകളും പല പോലെ വരിക. അപ്പോൾ ഇവരുടെ ചിലപ്പോൾ MLA-യുടെ ഒരു ഫണ്ട് വരുന്ന സമയത്ത് ഈ MLA-യുടെ ഫണ്ടിന്റെ കൂടെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഒരു കോർപ്പറേഷന്റെ ഫണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഫണ്ടോ കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ആ പ്രൊജക്ട് നടക്കുക എന്നുള്ളതാണ്. അതായത് ഈ ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു കാര്യം നടത്തുക, ആ നടത്താനായിട്ട് നമ്മൾ ആ ഫണ്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ സാധനത്തിൽ ഇവർ കക്കാതിരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ആവശ്യം. ആ ഫണ്ട് പ്രൊജക്റ്റിലേക്ക് ഉപയോഗിക്കുമ്പോൾ കക്കാതിരിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? നമ്മൾ ഏറ്റവും നിങ്ങൾക്കും എനിക്ക് മനസ്സിലാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഭാഷയിൽ പറഞ്ഞുതരാം. നമ്മളൊരു വീട് ആയിട്ട് നമ്മളെ ഈ പറഞ്ഞ നമ്മുടെ ഒരു രാജ്യത്തിന് ഒരു വീടായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഒരു വീട് നമ്മൾ പണിയുമ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഞാൻ ആദ്യം തറ പണിതു. അപ്പോൾ നമ്മൾ ആദ്യം സ്ഥലം മേടിച്ചു, തറ പണിത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ ബെൽറ്റ് ഇതാക്കി, അത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ചുമര് കെട്ടിപ്പൊക്കും, അത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ
സൺഷെയ്ഡ് വാർക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി കെട്ടും, അത് കഴിഞ്ഞാൽ വാർക്കും, വാർത്ത് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഈ ഇലക്ട്രിക്കിൻ്റെ പരിപാടി കാര്യങ്ങൾ അങ്ങനത്തെ കേസുകൾ അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെതായ പരിപാടികൾ, അവിടെ ജനല കട്ടള ഇങ്ങനത്തെ പരിപാടികൾ, അത് കഴിയുമ്പോൾ ഇത് തേക്കും, ഇങ്ങനെ ഓരോ പ്രോസസ്സുകളിൽ, അത് കഴിയുമ്പോൾ നമ്മൾ പെയിൻറ് ചെയ്യും, ഇങ്ങനെ ഓരോ പ്രോസസ്സ് ചെയ്യും. ഇതിൽ നമ്മൾ തറ കെട്ടുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. തറ കെട്ടുന്ന സമയത്ത് 50,000 രൂപയ്ക്ക് തറ കെട്ടുന്നതിന് പകരം 5 കോടി രൂപയ്ക്ക് തറ കെട്ടിയാൽ പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ബെൽറ്റ് വാർക്കാൻ കാശുണ്ടാവില്ല. ഇത്രേ ഉള്ളൂ ഈ രാഷ്ട്രീയക്കാർ നമ്മളോട് ചെയ്യുന്ന അക്രമം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പണിയാനായിട്ടുള്ള കാശ് എന്ന് പറയുന്നത്, ഇത് മുഴുവൻ വീട് പണിയാനുള്ള കാശ് എടുത്തിട്ട് ഇവർ തറക്കി ചിലവായി എന്ന് പറഞ്ഞൊരു കണക്ക് എഴുതിയിട്ട് അത് അവർ വീതം വെച്ചെടുക്കും. അതായത് വീട്ടിലെ പ്രായമുള്ള ആൾക്കാർ കൂടി വീതം വെച്ചെടുക്കും. എന്നിട്ട് അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1984 മുതൽ ഈ കടം മേടിച്ചിട്ട്, ഈ കടം കൊടുക്കാൻ കാശില്ലാത്തത് കൊണ്ട് അതിൻ്റെ കടം ഇങ്ങനെ EMI അടയ്ക്കണമല്ലോ, EMI അടയ്ക്കാൻ കാശില്ലാത്തതുകൊണ്ട് വട്ടിപ്പലിശയ്ക്ക് എടുത്തിട്ട് EMI അടയ്ക്കും. അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ വട്ടിപ്പലിശ കൊടുക്കണമല്ലോ, അതിന് കാശില്ലാണ്ട് വേറെ വട്ടിപ്പലിശയ്ക്ക് എടുത്തിട്ട് ഈ വട്ടിപ്പലിശയും ആ EMIയും കൊടുക്കും. അപ്പം നമുക്ക് കുറേയും കൂടി കാശ് എടുത്താലേ നടക്കുള്ളൂ. അപ്പം അടുത്ത പ്രാവശ്യം ഈ വട്ടിപ്പലിശയും കൊടുക്കണം, ആ വട്ടിപ്പലിശയും കൊടുക്കണം, ഈ EMIയും കൊടുക്കണം. അപ്പം എന്തുണ്ടാവും, 3 എണ്ണത്തിന് ആവശ്യമുള്ള കടം നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ. ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവണം, വീട്ടിൽ ആൾക്കാർ പണിക്ക് പോകണം, അല്ലെങ്കിൽ അവർ വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ അവർ ചെയ്യണം, അവർ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഈ സാമ്പത്തിക ബാധ്യത കൂടുന്നത്. 10 കൊല്ലമായിട്ട് നമ്മൾ ഈ ഉള്ള പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നു, അല്ലാതെ പുതിയ പ്രൊജക്റ്റുകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തുണ്ടാവും, വീട്ടിൽ വരുമാനം ഇല്ല. അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന വീട് മൊത്തം പണിയേണ്ട കാശെടുത്ത് തറപ്പണിയുടെ ഉള്ളിൽ കണക്ക് എഴുതിയിട്ട് തറയ്ക്ക് ഇത്ര കാശായി എന്ന് പറഞ്ഞ് കണക്ക് കാണിച്ച് ഈ കാശ് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ എന്തുണ്ടാവും, നമ്മൾ ഈ പ്രൊജക്റ്റുകളിലൊക്കെ 10% കൊണ്ട് തീർക്കേണ്ട പല പ്രൊജക്റ്റുകളും നമ്മൾ 90% അതിൻ്റെ അഴിമതിയായിട്ട് നമ്മളതിനെ എടുത്ത് കറക്റ്റ് കണക്കൊക്കെ നമ്മൾ എഴുതി അങ്ങനെ ഒരു സെറ്റ് ചെയ്തുണ്ടാക്കി നമ്മളതിന് എല്ലാ വർഷവും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ എല്ലാ കൊല്ലവും വീട് നമ്മൾ പൊളിച്ചു പണിയുന്നു എന്നും കൂടി പറഞ്ഞിട്ട് എല്ലാ കൊല്ലവും തറയ്ക്ക് ഇത്ര, ബെൽറ്റിന് ഇത്ര എന്ന് പറഞ്ഞ് എല്ലാ കൊല്ലവും പണിയാണ് ഇപ്പം സത്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതിലൊരു സംശയമില്ല. ഇപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിലും ഉണ്ട്, സെൻട്രലിലും ഉണ്ട്. സെൻട്രലിൽ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, സ്റ്റേറ്റിലില്ല എന്ന് പറയാൻ പറ്റില്ല, ഇത് രണ്ടും നടക്കുന്നുണ്ട്. ഇനി കുറേ കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഒരു പക്ഷേ അതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു വ്യക്തിയിലേക്ക് അത് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നടക്കുന്നുണ്ടാവാം. സ്റ്റേറ്റിൽ ഒരു വ്യക്തിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ചിലപ്പോൾ ഒരു പവർഫുൾ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നമ്മൾ അത്തരം ഡിസിഷൻസ് കാണുന്നില്ല. ഇതിൻ്റെ റിയാലിറ്റി അതാണ്, കാരണം ആക്ടിവിറ്റീസ് വളരെ കുറവ്, അതുകൊണ്ട് കാണുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൽ അത് കുറേ കൂടി വിസിബിൾ ആണ്, നമ്മുടെ ചുറ്റും വിസിബിൾ ആണ്. ഇവിടെ നടക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ ചുറ്റും വിസിബിൾ അല്ല. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ കള്ളക്കണക്ക് പറയുന്നു എന്നല്ലാതെ നമ്മുടെ ചുറ്റും വിസിബിൾ അല്ല. സെൻട്രൽ ഗവൺമെൻറ്റിൽ അത് വിസിബിൾ. കാരണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മുന്നിൽ പോയിരുന്ന പോലെയല്ല പല സ്ഥലങ്ങളിലും. എന്താ പറയുക, നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലെ ടോയ്ലറ്റുകൾ നമുക്കറിയാം, ഇന്ത്യൻ റെയിൽവേ ആയിരുന്ന ഏറ്റവും വലിയ കക്കൂസ്. അപ്പോൾ സ്വച്ഛ് ഭാരത് വന്നു. ഇതൊന്നും പെർഫെക്റ്റ് ആയി എന്നൊന്നും ഞാൻ ഈ പറയുന്നതിന് അർത്ഥമില്ല കേട്ടോ. അതിനെ പൊളിറ്റിക്കൽ വ്യൂവിൽ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ സങ്കടം തോന്നിയിട്ട് നിങ്ങൾ അങ്ങനെ ആരോപിക്കണമെങ്കിൽ ആരോപിച്ചോളൂ, ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഏറ്റവും വലിയ കക്കൂസായിരുന്നതിന് വരെ നമ്മൾ ബയോ ടോയ്ലറ്റിലേക്ക് വന്നു. അതിനുശേഷം ആ വെള്ളത്തിന് നമ്മൾ ആ പുഷ് ബട്ടണൊക്കെ അടിച്ചിട്ട് ഇതാക്കുന്നതിന് പകരം ബട്ടൺ, നമ്മൾ ഇലക്ട്രോ ന്യൂമാറ്റിക് ആയിട്ടുള്ള ബട്ടൺസ് വെക്കാൻ തുടങ്ങി. ടോയ്ലറ്റ് ഇപ്പോൾ മോശമൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ആ ട്രെയിനിൽ ക്ലീൻ ചെയ്യാൻ ക്ലീനേഴ്സിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് പോകാവുന്ന രീതിയിൽ ട്രെയിൻ സംവിധാനങ്ങൾ പരിഷ്കരിച്ചു. ഇതിൽ വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കംപ്ലൈൻറ്റ് ഒരു 139 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് റിപ്പയർ ചെയ്യാനായിട്ടുള്ള ആൾക്കാർ ആ ട്രെയിനിൻ്റെ അകത്ത് തന്നെ സെറ്റാണ്. ഇല്ലെങ്കിൽ അടുത്ത സ്ഥലത്തെത്തുമ്പോൾ അത് സർവീസ് ചെയ്യാൻ ആൾക്കാർ റെഡിയാണ്. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ലൈക്ക് ഒരു ആപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ അതിൽ ഒരു കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് ഉള്ള കാര്യങ്ങൾ അപ്പം തന്നെ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും 2-3 നേരം ട്രെയിനിൻ്റെ അകം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നതാണ്. അതായത് എന്ന് വെച്ച് ഇത് പെർഫെക്റ്റ് ആണ് എന്ന് അർത്ഥമൊന്നുമില്ല, അതിനങ്ങനെ കാണും വേണ്ട. നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന നേരത്തെ അവിടുത്തെ ഫെസിലിറ്റികൾ മാറിയിട്ടുണ്ട്. ഇൻഫർമേഷൻസ് അവിടെ പണ്ട് നമ്മളിങ്ങനെ വെച്ചിരുന്ന കുറേ ബോർഡുണ്ട്, ഇതിലാണോ അതിലാണോ ട്രെയിൻ വരിക എന്നറിയില്ല. അതൊക്കെ LED ബോർഡ് ഉണ്ട്, ഇന്ന ട്രെയിനാണ് വരിക, ഇന്ന ബോഗിയാണ് ഇവിടെ വന്ന് നിൽക്കുക, LED പ്രദർശനം നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലായിടത്തും ഡിസ്പ്ലേ ഇതുകളുണ്ട്, TV, അതിൻ്റെ പരസ്യങ്ങളുണ്ടാവും, കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇൻഫർമേഷനുകൾ നമുക്ക് കിട്ടാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഓൺലൈനിലെ ആപ്പുകൾ വന്നിട്ട് അപ്പം നമുക്ക് ചുറ്റും ഒരു ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. പണ്ട് നമ്മളൊരു മുഴുവൻ ആ കോണി മുഴുവൻ കയറി ഇറങ്ങി വരുന്നതിന് പകരം ലിഫ്റ്റും എസ്കലേറ്ററുമായിട്ടുള്ള സംവിധാനങ്ങളും എല്ലാ സ്റ്റേഷനിലും എന്ന് പറഞ്ഞ പോലെ ഡെവലപ്പായി വരുന്നുണ്ട്. ഇത് നമ്മൾ കാണാതെ ഇരുന്ന് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ
അതിലുള്ള കുറവുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പൗരൻ എന്ന നിലയിൽ, ഈ രാജാവ് എന്ന നിലയിൽ നമ്മുടെ കടമ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതൊന്നും ഇല്ല എന്ന് കൂടി അങ്ങ് ആരോപിക്കുകയാണ്. അതായത് ഒരു മാറ്റവും നടന്നിട്ടില്ല, അന്നുണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ഇന്ന്. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത്. അവിടെയാണ് അതിന്റെ എറർ വരുന്നത്. പണ്ട് നമ്മുടെ ടോയ്ലറ്റുകൾ നമ്മുടെ ഇവിടെ എന്താ പറയുക, നമ്മുടെ പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പണ്ട് മുതലേ ഫ്രീ എയർ, ഫ്രീ വാട്ടർ, ഫ്രീ ടോയ്ലറ്റ് ഉണ്ട്. പക്ഷെ നിയമം മൂലം ആ പറയുന്ന സാധനം ഇവിടെ ഉണ്ടായിട്ടും അത് തുറന്നു കൊടുക്കാനായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് സർക്കാർ എടുത്തിരുന്നില്ല. ഇവിടെയാണ് ആ പ്രശ്നം, എനിക്ക് കോൺഗ്രസിനോടുള്ള പ്രശ്നം എപ്പോഴും ഉള്ളത്. ആ നിലപാടെടുക്കാത്ത പ്രശ്നമേ ഉള്ളൂ. അതായത് റൂളില്ലാത്ത പ്രശ്നം, ആ നിലപാടെടുക്കില്ല. ഇവരെന്താ വെച്ചാൽ ഇവർക്ക് മുതലാളിമാരെ കയ്യിൽ നിന്ന് പോയിട്ട് കാശ് മേടിക്കണം. അപ്പൊ എന്താ, അവർക്ക് വിഷമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കണം. ആൾക്കാരെ കയ്യിൽ നിന്ന് വോട്ട് വേണം. അപ്പൊ അവരെയും വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവരിങ്ങനെ മറ്റേ വഴിക്ക് നിൽക്കും. അപ്പൊ എന്തുണ്ടാവും, നമ്മളാ ടോയ്ലറ്റിന്റെ അവിടെ പോവാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ടോയ്ലറ്റ് അവർ തരില്ല. അപ്പൊ എന്തുണ്ടാവും, മുതലാളിയുടെ ധൈര്യം എന്താ വെച്ചാൽ ആ കാശ് കൊടുക്കണ്ടല്ലോ, പാർട്ടിക്കാർക്ക് കാശ് കൊടുക്കണ്ടല്ലോ, അവര് നമ്മുടെ കൂടെ നിൽക്കും, പിന്നെ ഞാൻ ഇയാൾക്ക് എന്തിനാ കൊടുക്കണേ എന്നുള്ളതാണ്. ഇപ്പൊ നിർബന്ധിതമായ അതിന്റെ ഒരു സംവിധാനം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായി, എല്ലാ ടോയ്ലറ്റുകളും തുറന്ന് എല്ലായിടത്തും വെള്ളം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടായി, നമ്മുടെ യാത്ര കുറെ കൂടി സുഗമമായി. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, കാരണം പണ്ട് നമ്മളിവിടെ 30 മറ്റേ മീറ്റർ വീതിയിൽ നമ്മുടെ റോഡ് മതി, ഹൈവേ മതി, നാഷണൽ ഹൈവേ മതി നമ്മൾ തീരുമാനിച്ച ആൾക്കാരാണ്. അപ്പൊ എന്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്, കാരണം നമ്മളത് ഒരു ഫോർസീൻ കാണുന്നില്ല, ഭാവി വരികയാണ്, ഇത് വലുതാവാനാണ് പോകുന്നത്, അതിനനുസരിച്ച് നമ്മൾ വികസിക്കുകയാണ് വേണ്ടത് എന്നുള്ളതല്ല. നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിയാൽ നമുക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തിരിക്കില്ല. അപ്പൊ മറ്റവരെന്ത് ചെയ്യുക, നമ്മളായിട്ട് നിലവർപ്പിക്കണം, നമുക്ക് തന്നെ മതി എന്ന് പറയാം. ഇപ്പോ സത്യത്തിൽ ആരെയാണ് ഇതില് ഹെൽപ്പ് ചെയ്യാൻ നോക്കിയത്, അതായത് ഈ ഹൈവേയുടെ സൈഡിൽ വീട് നഷ്ടപ്പെടാൻ പോകുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാനത്തും ഇത് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരാനുള്ള മുഴുവൻ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനം എടുത്തു വെക്കുക. ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, പെട്രോൾ പമ്പിലെ ഉടമസ്ഥനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മുഴുവൻ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുക, അതിൽ വരുന്ന ആൾക്കാർ മുഴുവൻ അത് ഉപയോഗിക്കാനായിട്ടുള്ള സംവിധാനം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റൊരു സഹിച്ചോട്ടെ എന്ന് വിചാരിക്കുക. ഇത് കോൺഗ്രസ് വളരെയധികം മോശമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ടിവിറ്റിയാണ്. കാരണം എല്ലാവരും തൃപ്തിപ്പെടുത്താനായിട്ട് അവർ പ്രത്യേകമായിട്ടൊരു ഫണ്ട് കൊടുക്കുന്ന ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ഈ പ്രോസസ്സ് കാലങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഈ നാടിനെ എത്രത്തോളം നശിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് തിരിച്ചറിയണം. അതിന് വേറെ ഒരു വഴിയില്ല. പക്ഷേ കോൺഗ്രസ് ഈ എന്താ പറയുക, ഒന്നും കൂടെ ചെയ്തിട്ടില്ല എന്നതിന് അർത്ഥമില്ല. അങ്ങനെയും ചിന്തിക്കാൻ പാടില്ല. അവർ ചെയ്തു വെച്ച കാര്യങ്ങളോടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ ചെയ്യാത്തതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർ ചെയ്തത് ഇന്ന കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് പറയേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇവിടെ ഫണ്ട് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു കൊടുത്തിരുന്നു എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും, നമ്മളൊരു സ്ഥാപനം നടത്തുന്ന ആള് കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ ഫണ്ട് കൊടുക്കുന്ന ആളാണെന്ന് വെച്ചാൽ അയാൾ എന്ത് തെറ്റിദ്ധരം കാണിച്ചാലും നമ്മൾ ഫണ്ടില്ല എന്ന് വയ്ക്കും. ഈ ബന്ധങ്ങളുടെ ബേസിലാണ് ഇത് നടക്കുന്നത്. അപ്പൊ എന്തുണ്ടാവും, നമ്മൾ നിയമം എഴുതി വെക്കുകയും കയ്യൂക്കുള്ളവും കാര്യക്കാരനായിരിക്കും ചെയ്യും. ഒരു ഗവൺമെന്റ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പേടിക്കാതിരിക്കാനുള്ള, അതാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഫോർമേഷന്റെ ഉദ്ദേശം. നമ്മൾ ഈ നികുതിയൊക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ പേടിക്കാതെ ജീവിക്കണം. അപ്പൊ എന്തുണ്ടാവും, എല്ലാവർക്കും തുല്യമായിട്ട് നിയമങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ പാലിച്ചാലും ഞാൻ പാലിച്ചാലും അതിനനുസരിച്ചുള്ള നമുക്ക് മാന്യത ഉണ്ടാവും. അയാളെ തെറ്റിച്ചാലും ഞാൻ തെറ്റിച്ചാലും എനിക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷകൾ ഉണ്ടാവും. അപ്പൊ ഇത് ആണ് വേണ്ടത്. പക്ഷെ എന്തുണ്ടാവും, നമ്മൾ ഇരട്ട നീതിയൊക്കെ കുറിച്ചിട്ട് ഇപ്പോൾ വേടനൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഈ ഇരട്ട നീതികളെ കുറിച്ച് നമ്മൾ പറയുന്ന പോലെ, ഒരു ആള് റിച്ച് ആണെങ്കിൽ അയാളെങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത് കൊണ്ടു നടക്കും. അയാള് ഒരു താഴ്ന്ന ജാതിയിലൊക്കെ പെട്ട ആളാണ്, അല്ലെങ്കിൽ അയാളെ കാണുമ്പോൾ അത്ര ലുക്ക് ഇല്ലാതെ തോന്നിയാൽ മതി. അത് താഴ്ന്ന ജാതി ആണെന്ന് പറഞ്ഞില്ല, ഇവർക്ക് ഒരു ലുക്കില്ലാന്ന് തോന്നുകയോ അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുന്നില്ല, അവരെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നു പോലീസുകാർക്ക് തോന്നിയാൽ മതി. അവർ ഭയങ്കര വയലന്റ് ആവും. കാരണം അവരെ സംബന്ധിച്ചോളം അവർക്ക് നമ്മളെ എത്ര വലിയ കുറ്റവാളിയാണെന്നുള്ളതല്ല ഒരു പ്രശ്നം. അവരെ കാണുമ്പോൾ നമ്മൾ തൊഴുത് ബഹുമാനിച്ച് അവരെ പേടിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടെന്ന് പോലീസുകാർക്ക് കേട്ടാൽ മതി, കണ്ടാൽ മതി. അതല്ലാതെ നിങ്ങൾ നിയമം പാലിക്കണമെന്നോ നിങ്ങൾ ഇവിടുത്തെ നന്നായി ജീവിക്കണമെന്നോ അവർക്ക് ആഗ്രഹമൊന്നുമില്ല. അവരെ കാണുമ്പോൾ പേടിക്കണം, അവർ പോലീസുകാരാണെന്ന് നമുക്കൊരു പേടി എപ്പോഴും ഉണ്ടാവണം. ഇങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്സ് ആണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ അവർക്ക് നാട് നന്നാവണമെന്നോ ഈ നാട്ടിലെ നിയമം നടക്കണമെന്നോ നിയമവാഴ്ച നടക്കണമെന്നോ അവർക്ക് യാതൊരു നിർബന്ധമില്ല. അപ്പൊ ഇത് ഒരു ആറ്റിറ്റ്യൂഡൽ പ്രശ്നമാണ്. കാരണം ഇത് പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ ആറ്റിറ്റ്യൂഡിൽ ഇപ്പോഴും നമ്മൾ പോലീസിനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതെന്തുകൊണ്ട് റൺ ചെയ്യുന്നത് വെച്ചാൽ ഇവന്മാര് രാഷ്ട്രീയക്കാർക്ക് ആവശ്യമായിട്ടുള്ള ആക്രമണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് ഇവരക്രമം കാണിക്കുമ്പോൾ കണ്ടില്ല എന്നടിക്കുക എന്നുള്ള രാഷ്ട്രീയ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ ജനതയുടെ ആവശ്യങ്ങളെ കുറച്ച് മനുഷ്യർക്ക് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുന്ന രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ ഈ അദാനിയുടെ കേസൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന കഥ അതാണ്. പക്ഷേ കോൺഗ്രസിന്റെ കാലത്ത് അംബാനി എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിരുന്ന കഥ തന്നെയാണ് ഇപ്പൊ അദാനി അംബാനി എന്ന് പറഞ്ഞ് നമ്മൾ പറയണേ.
പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ തോന്നും കോൺഗ്രസിന്റെ കാലത്ത് അഴിമതി നടന്നിട്ടില്ല, കോൺഗ്രസിന്റെ കാലത്ത് ഈ പറയുന്ന എന്താ പറയാ അംബാനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇത് ഇതിനൊരു നിലപാട് ഒരു സ്ഥലത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ എല്ലാ കമ്പനികളെയും പൊളിച്ച് കളയാനൊന്നും പറ്റില്ലല്ലോ. കമ്പനികൾ ആവശ്യമാണ്, ജോലികൾ ആവശ്യമാണ്, കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വരും. ഒരു സർക്കാർ എന്ന നിലയിൽ അതൊക്കെ വേണ്ടി വരും. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് മുഴുവനും തലകുത്തി മറിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാശ് മേടിച്ചിട്ട് അവർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സഫർ ചെയ്യും. ആ സഫറിങ് ആണ് ഇന്ത്യ ഇന്ന് വരെ അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കുറച്ച് ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയും. ഇപ്പോൾ ഒരു മതത്തിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മതത്തിലെ ആൾക്കാരെ മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട, അതിന്റെ മെയിൻ ആയിട്ടുള്ള നേതാക്കളെയോ അതിന്റെ മെയിൻ ആയിട്ടുള്ള തലവന്മാരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതിന്റെ താഴെയുള്ള ആൾക്കാർക്ക് വലിയ റോളൊന്നുമില്ല. ഇവർ പറയുന്നതാണ് ആ മതത്തിന്റെ ഒരു ഒപ്പീനിയൻ ആയിട്ട് വരിക. അതുപോലെ തന്നെയാണ് ഈ പ്രസ്ഥാനങ്ങളുടെയും. നിങ്ങൾ ആ ആൾക്കാരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇപ്പോൾ പോലീസിന്റെ നിങ്ങൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാൾ നിങ്ങൾ ഹാപ്പി ആക്കിയാൽ മതി, എന്റെ താഴെയുള്ള ആൾക്കാർക്ക് ഇയാൾ ഓർഡർ നടന്നോളും എന്ന് പറയുന്ന പോലുള്ളൊരു സംവിധാനമാണ് ഈ ഒരു സംവിധാനമാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഭൂരിപക്ഷ ജനതയെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഈ നീതിയോ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളോ വളർച്ചയോ ഡെവലപ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഒരു കുറച്ച് പിക്കി പേഴ്സൺസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കുറച്ച് ആൾക്കാർ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ജനതയെ നമ്മൾ ഇത്ര കാലവും ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ രാജ്യത്ത് മനസ്സിലാക്കേണ്ട റിയാലിറ്റി. ഇതിൽ നമ്മളെ സത്യം പറഞ്ഞാൽ ഈ കീ പേഴ്സൺസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളുടെ വോട്ടുകൾ അതിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊളിറ്റിക്സും അതും കൂടി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. അത് ഏത് സ്ഥലത്തും അത് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് സാധാ ഇരിക്കുന്ന ഒരു ക്രിസ്ത്യാനിക്ക് നൊന്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ബിഷപ്പിന് ഒരു പുല്ലുമില്ല എന്നുള്ളത് തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പള്ളിയിൽ അച്ഛനോ അതുകൊണ്ട് ഒരു പുല്ലുമില്ല. കാരണം അതുകൊണ്ടാണ് നിങ്ങളുടെ പട്ടിണി കിടന്നാലും നിങ്ങളുടെ പള്ളിയിൽ അച്ഛനോ നിങ്ങളുടെ മെത്രാനോ നിങ്ങളുടെ മാർപ്പാപ്പയ്ക്ക് ഒരു പുല്ലില്ലാത്തത്. അവർക്ക് ഇതിന്റെ പേരിൽ ഒരു വേദനയില്ല. അവര് നല്ല ഭക്ഷണം കഴിക്കാതിരിക്കുന്നില്ല, അല്ലെങ്കിൽ അവര് നല്ല കാറിൽ യാത്ര ചെയ്യാതിരിക്കുന്നില്ല, അവരുടെ ഒരു ഫെസിലിറ്റിയും കുറയ്ക്കുന്നില്ല. നിങ്ങളുടെ പട്ടിണിയാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കാശ് തന്നാൽ മതി, എന്റെ ജീവിതത്തിൽ ചെലവ് കുറയ്ക്കാമെന്നൊന്നും ആരും പറയുന്നില്ല. ഇത് പറയാത്തതിന്റെ കാരണം അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ആ പള്ളിയിൽ മെയിനായിട്ട് ഫണ്ടൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഇങ്ങനെ താപ്പാനായിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, ആ ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോസസ്സുകൾ അവർ ചെയ്യും. അത് മാത്രമേ അവർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാത്ത ആൾക്കാരെ അവർ ചെയ്യേണ്ട. അപ്പം എന്ത് ചെയ്യും? ഇവരെ ഹാപ്പിയാക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അവരും തിരിച്ച് ഹാപ്പി ആയിട്ട് അവരൊരു മ്യൂച്വൽ കണക്ഷൻസിൽ നിൽക്കും. രാഷ്ട്രീയക്കാർ ഇത് തന്നെ ചെയ്യുന്നത്. അവരെ ഹാപ്പിയാക്കാൻ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ, മുതലാളിമാർ, ഉദ്യോഗസ്ഥരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഹാപ്പി ആയിട്ട് നിൽക്കും. ഇവർ സത്യം പറഞ്ഞാൽ ഒരു ഒന്നാംകിട പൗരന്മാരായിട്ട്, സത്യത്തിൽ അവരാണ് ഇവിടുത്തെ രാജാക്കന്മാർ. അവരൊന്നാംകിട പൗരന്മാർ കുറച്ചു പേര് കൂടി രാജാക്കന്മാരായിട്ട് നമ്മളെ, ഈ രാജ്യത്തിന്റെ രാജാക്കന്മാരായിട്ടുള്ള നമ്മളെ ഒന്നാംകിട പൗരന്മാരായിട്ട് അവർ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളെ രണ്ടാംകിട പൗരന്മാരാക്കുകയും അവര് എല്ലാവരും കൂടിയിട്ട് നമുക്കിട്ട് പണിയും ചെയ്യുന്നതാണ് ഇന്ന് നടക്കുന്ന റിയാലിറ്റി. ഇതിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഒന്നാംകിട പൗരന്മാർക്ക് ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്ന, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നിട്ട് രണ്ടാംകിട പൗരന്മാരായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് എന്ത് വരുന്നോ അന്ന് മുതലാണ് ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന റെസ്പോൺസിബിലിറ്റിയിലേക്ക് നിങ്ങൾ വരിക. അങ്ങനെ നമ്മൾ വോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മളുടെ ചോദ്യങ്ങൾ റെസ്പോൺസിബിൾ ആവാൻ തുടങ്ങുമ്പോൾ മന്ത്രിക്ക് പേടിയുണ്ടാവും. അങ്ങനെ രാജാവ് ഉത്തരവാദിത്തം കാണിക്കാൻ തുടങ്ങുന്ന ദിവസം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ രാജാവ് എന്ന് പറയുന്ന ആളെ ഒരു കളിപ്പാവയായി നിർത്തിക്കൊണ്ട് ഇവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരും. രാജാവിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇട്ടുകൊടുക്കുക. അപ്പൊ നമ്മൾ സന്തോഷിപ്പിക്കാൻ ഇപ്പൊ എല്ലാവർക്കും കാശ് തന്നിട്ടൊന്നും സന്തോഷിപ്പിക്കാൻ പറ്റില്ലല്ലോ സർക്കാരിന്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? നമുക്ക് വിഷയങ്ങൾ ഇട്ട് തരും. നമുക്ക് ആർമാദിക്കാനുള്ള വിഷയങ്ങൾ, നമുക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ, നമുക്ക് പോരടിക്കാനുള്ള വിഷയങ്ങൾ. ഇത് പണ്ട് നമ്മൾ ഈ കൊളോസിയൊക്കെ പണിയുന്ന സമയത്ത് റോമൻ ചക്രവർത്തിമാരൊക്കെ ചെയ്തതാണ്. അവിടെ ബാക്കിയുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കാതിരിക്കാൻ സ്പോർട്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫൈറ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കും. അപ്പൊ എന്തുണ്ടാവും? ആൾക്കാർ അവിടെ വെട്ടിക്കുത്തി ചാവുന്നത് കാണുമ്പോൾ ഈ ആൾക്കാർ അതിലിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. അതുമായി ചുറ്റപ്പെട്ട് കുറച്ച് കച്ചവടമൊക്കെ നടക്കുമ്പോൾ അതുമായിട്ട് കുറെ ആൾക്കാർ ബന്ധപ്പെട്ട് ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കും. ഈ മരിക്കുന്ന ആൾക്കാരും ഈ പറഞ്ഞ ആൾക്കാരും ആക്ച്വലി അവിടെ കാണേണ്ട കാര്യങ്ങൾ കാണാതിരിക്കുക എന്നുള്ളത് പണ്ട് രാജാക്കന്മാർ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഈ പറഞ്ഞ പെറ്റി പൊളിറ്റിക്സിന്റെ ബേസിൽ, പെറ്റി റിലീജിയന്റെ പേരിൽ കുറച്ച് ടോപ്പിക്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ എടുത്തതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇവർക്ക് നടത്താനുള്ള പരിപാടികളൊക്കെ നടത്തിയിട്ട് ഓരോ വർഷവും വീട് പണിയേണ്ടതിന്റെ 10 ഇരട്ടി കാശ് തറ പണിയാൻ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്നാണോ ഉണരുന്നത്, നമ്മളുടെ വോട്ടാണ് നമ്മുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അതിനുശേഷം ഒരു രാജാവിന് ജാഗ്രത ഉണ്ടായിരിക്കണം. ഒരു രാജാവ്
കൂർമ്മ ബുദ്ധിയോടെ കബളിപ്പിക്കപ്പെടാതിരിക്കാനായിട്ട് സ്തുതിപാഠകർ നമ്മളോട് പറയുന്നത് കേൾക്കാതിരിക്കാൻ, നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ തിരിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രതയോടെ ഭരണം സുഗമമായിട്ട് നടക്കുന്നുണ്ടോ, ഇത് ഇവർ തെറ്റാണോ ചെയ്യുന്നത്, ശരിയാണോ ചെയ്യുന്നത് എന്നുള്ളത് ചിന്തിക്കാനായിട്ട് ഉള്ള വിവേകമുള്ള ഒരു ജനത ഉണ്ടാവുന്ന കാലത്ത് ഒരു തരത്തിലുള്ള കളി നടക്കില്ല. ആ സമയത്ത് ഇവിടെ വളരെ ചെറിയ തുകയ്ക്കൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഒരു മെഡിക്കൽ കോളേജ് ചെയ്യാൻ ഒരു 300 കോടി മതി എന്ന് വെച്ചാൽ ഇവിടെയുള്ള 3.5 കോടി മനുഷ്യർ എത്ര രൂപ എടുക്കണമെന്ന് നിങ്ങളുടെ വിചാരം? എത്ര രൂപ എടുക്കണം? 3.5 കോടി മനുഷ്യർ അല്ലേ, 35 കോടി മനുഷ്യർ, 350 കോടി മനുഷ്യർ, 100 രൂപ അത്രേ ഉള്ളൂ. ഇത് ഒരു പെർ ഹെഡിൽ എടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് മനസ്സിലാക്കുക. ഇത് അങ്ങനെ നമ്മൾ ഈ തുകകളെ മനസ്സിലാക്കാൻ തുടങ്ങിയാലാണ് നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ 350 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് 350 കോടി കൊണ്ട് ഈ ഒരു ആശുപത്രിയിൽ തർപ്പണം ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവർ മുഴുവൻ വീതിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ 350 കൊടുത്താൽ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 100 രൂപയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തരുടെ തലയിലും 1000, 2000, 3000 കൊടുത്താലാണ് നമുക്ക് ഈ തറ കഴിഞ്ഞ് ബാക്കി ബിൽഡിംഗ് കെട്ടാൻ പറ്റുള്ളൂ. അപ്പോഴും ബാക്കി പല സാധനങ്ങളും വർക്ക് ചെയ്യില്ല. കാരണം ഇത് വർക്ക് ചെയ്യണമെന്നവർക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് ഈ വീട്ടിൽ നമ്മൾ താമസിക്കണം അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് അതിനപ്പുറത്ത് റിസോർട്ടിൽ പോയി താമസിക്കാനുള്ള കാശ് അവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ തിരിച്ചറിവുള്ള ഒരു രാജാക്കന്മാരുടെ കൂട്ടായ്മയായിട്ട് എന്നാണോ കേരളം മാറുന്നത്, എന്നാണോ ഇന്ത്യ മാറുന്നത്, അന്നാണ് നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റിക്കാനായിട്ട് ഇവർ നടക്കുന്നു. നമ്മൾ ഇത് വോട്ടിന്റെ പുണ്യം നമ്മുടെ കുഴി നമ്മൾ തോണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി കിടക്കുക. നമ്മളിന് മണ്ണും കൂടി വെച്ച് വാരിയിട്ടിട്ട് ചേട്ടാ ഇനി എനിക്ക് മണ്ണിടാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ ഇട്ടോ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ നിൽക്കുന്ന പൊളിറ്റിക്സിന് മാറ്റം വരാനായിട്ട് ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും പാർട്ടി വന്ന് എന്തെങ്കിലും നല്ല കാര്യം കാണിച്ചു അതിൻ്റെ പേരിൽ പിന്നെ ജീവിതകാലം മുഴുവൻ പാർട്ടി അല്ല. ആ ചെയ്ത കാര്യം നല്ലതാണ്. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പറയാനായിട്ട് പറ്റുന്ന മനുഷ്യരോട് ഉണ്ടാവണം. ആ മനുഷ്യരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു അത്യാവശ്യമാണ്. അതിന് നമ്മുടെ ബുദ്ധി പണയം വെക്കാതെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം. വേറെ അതിന് ഒരു സൊല്യൂഷനും നമ്മുടെ മുന്നിലില്ല. അതിനെ ഒരു മതം പറഞ്ഞുകൊണ്ടിരിക്കും, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കും, അവരാരോപണം പറയും, ഇവരാരോപണം പറയും. അത് അവിടെ ഇരുന്നോട്ടെ, അത് നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിൻ്റെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ജാഗ്രത ഉണ്ടാവേണ്ട കാര്യങ്ങളിൽ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താ ചെയ്യുന്നത്, ഇവർ എന്താണ് ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇവർ ആഘോഷിക്കുന്ന വാർത്തകൾ എന്താണ്, ആ വാർത്ത നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് തരുന്നത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഹൈവേ പണിതു, ഹൈവേയിൽ ഇനി അപകടങ്ങളൊക്കെ ആയിട്ട് വരും. കാരണം ഈ 50 മീറ്റർ പോണതിന് പകരം ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് വളഞ്ഞു കയറാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ മുഴുവൻ പോസ്റ്റ് ഇടും. അത് കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പിറ്റേ ദിവസം വീണ്ടും എടുത്ത് അത് കൂടെ എടുത്തു പോകും. വീണ്ടും അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും പറയാം, അവിടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെക്കും. എപ്പോഴും ഇത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ട്. നമ്മളുടെ ഉത്തരവാദിത്തം എന്നും പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വരാതെ നടക്കില്ല. നമുക്ക് ഉത്തരവാദിത്തം ഇല്ലാത്ത ആൾക്കാരൊന്നല്ല കേട്ടോ. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയാൽ നല്ല ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ നമ്മുടെ നാട് മാത്രമാണ് ഇങ്ങനെ നശിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കുന്നത്. അത്രയും ലൂസനായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് തിരിച്ചറിയാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നൊരു വലിയ റിക്വസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാം. തീർച്ചയായും മറ്റു